സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നിലപാടുകളുടെ നായകൻ, വിട്ടുവീഴ്ചയില്ലാത്ത ആദർശബോധത്തിന്റെ അടയാളപ്പെടുത്തലുകൾ നടത്തിയ നമ്മുടെ ആവേശം സമസ്ത സെക്രട്ടറി ഷെയ്ഖുന ഉമർ ഫൈസി മുഖം പ്രഭാഷണം നിർവഹിക്കുന്നു. അധ്യക്ഷന് വേണ്ടി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ വിഷയം മദ്രസയാണ്. മദ്രസ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ദീൻ നിലനിർത്താൻ വേണ്ടി അടിസ്ഥാനപരമായി കെട്ടിപ്പടുത്ത സ്ഥാപനമാണ് മദ്രസ. ഇവിടെ ദീൻ നിലനിൽക്കുന്നത് നമ്മളെപ്പോലെയൊക്കെ ഇവിടെ തലയെക്കെട്ടും അതേപ്രകാരം നാടന്മാരായ ആൾക്കാരൊക്കെ ബാങ്ക് കൊടുത്താൽ പള്ളിയിൽ പോകുന്നതും നിസ്കരിക്കുന്നതും ഒക്കെ പഠിക്കുന്നത്, ഇസ്ലാമിൻ്റെ ആദ്യ പാഠങ്ങളൊക്കെ പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും പരിശീലിപ്പിക്കുന്നതുമായ ഒരു കേന്ദ്രം മദ്രസയാണ്. ഇതര സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം മദ്രസയുടെ അഭാവവും ഈ മദ്രസയുടെ സാന്നിധ്യവും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് സഞ്ചരിച്ചാൽ കാണാവുന്നതാണ്. ഇസ്ലാമിൻ്റെ എല്ലാ നിയമങ്ങളും അനുസരിച്ച് കൊണ്ട് ജീവിക്കാൻ പഠിപ്പിക്കപ്പെട്ട ഒരു സംസ്ഥാനമുണ്ടെങ്കിൽ അത് കേരളമാണ്. ഇന്ന് കേരളത്തിന് പുറത്തും കേരളത്തിൻ്റെ പ്രവർത്തനം കൊണ്ട് തന്നെ, സമസ്തയുടെ പ്രവർത്തനം കൊണ്ട് തന്നെ ഈ സംഗതികൾ അവിടെയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുള്ളത് വസ്തുതയാണ്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ, അതിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ ബോർഡിൻ്റെ ഒക്കെ പ്രവർത്തനം വളരെ ശ്ലാഘനീയമാണ്. കാരണം ദീൻ നിലനിൽക്കാൻ വേണ്ടി അള്ളാഹു സംവിധാനിച്ച അമ്പിയാക്കന്മാർക്ക് ശേഷം അമ്പിയാക്കന്മാരെ പിന്തുടരുന്ന അൽ ഉലമാ വറസത്തുൽ അംബിയ എന്ന് പറയുന്ന ഉലമാക്കന്മാർ, അവരാണ് ഈ സംവിധാനം നിലനിർത്തിപ്പോരുന്നത്. മദ്രസയെ സംബന്ധിച്ചാൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, മദ്രസ എന്ന് പറയുന്നത് അതിൻ്റെ സംവിധാനം ഉണ്ടാക്കുന്നതൊക്കെ നമ്മളെ രക്ഷിതാക്കളാണ്, കുട്ടികളുടെ രക്ഷിതാക്കൾ, അവരുടെ ബാധ്യതയാണ്. കാരണം നമ്മളെ കുട്ടികളെ മുസ്ലിമായി വളർത്തേണ്ട ബാധ്യത രക്ഷിതാക്കൾക്കുണ്ട് എന്നതുകൊണ്ട് തന്നെ അവരെന്താക്കുന്നു, മദ്രസ സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നു. അതിൻ്റെ കെട്ടിടങ്ങളും സൗകര്യങ്ങളും ഉസ്താദന്മാർക്കുള്ള വേതനങ്ങളും ചെലവുകളും ഒക്കെ ഉണ്ടാക്കുന്നവരാണ്. എന്നാലും അതിൻ്റെ സത്ത, ആ മദ്രസയുടെ സത്ത മുഅല്ലിമീങ്ങളായ നിങ്ങളാണ്. അവരാണ് അവിടെ കാര്യങ്ങൾ നൽകുന്നത്. ആ സംവിധാനങ്ങളൊക്കെ തന്നെ ഒരുക്കുന്നവരുടെ മക്കളെ അവരെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നത് മുഅല്ലിമീങ്ങളാണ് എന്ന ബോധം നമുക്ക് വേണം. അതിൻ്റെ സദൃന്മാരാണ് നിങ്ങൾ. മുഅല്ലിമീങ്ങൾ കുറേ ഉണ്ട്, അവരുടെ സദൃന്മാരായിക്കൊണ്ട് അതിനൊക്കെ നേതൃത്വം കൊടുക്കുന്നവരാണ് നിങ്ങൾ. നിങ്ങളിൽ നിന്നാണ് അവിടെ ആ കുട്ടികളുടെ വളർച്ച, അവരുടെ കാര്യം എങ്ങനെ ആയിരിക്കണമെന്ന് തീരുമാനിക്കാനുള്ളത് നിങ്ങളാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, നമ്മളൊരു കുട്ടി ജനിച്ചു വീണാൽ ആദ്യമായിട്ട് നമ്മൾ ചവിട്ടിൽ വലത്തെ ചെവിയിൽ ബാങ്ക് കൊടുക്കുന്നു, രണ്ടാമത് ഇഖാമത്ത് കൊടുക്കുന്നു. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, കുട്ടി ആദ്യമായി ഇവിടെ ജനിച്ച് വീഴുമ്പോൾ ആ കുട്ടി കേൾക്കേണ്ടതും ആ കുട്ടി വളരേണ്ടതും പഠിക്കേണ്ടതും ഒക്കെ ഒരു ദിശയിൽ കൂടെയാണ്. ആ ദിശയുടെ നിർണയത്തിൻ്റെ ഉദ്ഘാടനമാണ് ആ ബാങ്കും ഇഖാമത്തും. ആ വഴിയിൽ കൂടെയാണ് സഞ്ചരിക്കേണ്ടതെന്നതാണ്. അതുകൊണ്ട് തന്നെ മറ്റ് ഇടപെടലുകളില്ലാത്ത രൂപത്തിൽ നമ്മൾ 5 വയസ്സാകുമ്പോഴാണ് നമ്മുടെ മദ്രസ സംവിധാനം ഉണ്ടായിരുന്നത്. ആ മദ്രസയിൽ കുട്ടികളെ പഠിപ്പിച്ച് തുടർന്ന് ആ ബാങ്കും ഇഖാമത്തിൻ്റെയും തുടർച്ചയായിക്കൊണ്ട് തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ പഠിപ്പിച്ച് മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി മരിക്കാൻ വേണ്ടുന്ന സംവിധാനമാണ്. അതിനിടയ്ക്ക് നഴ്സറി സംവിധാനം വന്നു. നഴ്സറി സംവിധാനം വന്ന് നമുക്കറിയാം, നമ്മളെ കുട്ടികളെ ബാങ്കും ഇഖാമത്തിൻ്റെ ഇടയ്ക്കാണ് വേറെ ചിലതൊക്കെ കടന്നു കൂടുന്നത്. നഴ്സറി പലരും ഉണ്ടാക്കാൻ തുടങ്ങി. സമസ്ത പിന്നിലായിരുന്നു അതുണ്ടാക്കുന്ന കാര്യത്തിൽ. മറ്റുള്ളവരൊക്കെ പല ആശയക്കാരും പല മതക്കാരും പല ചിന്താഗതിക്കാരും ഒക്കെ നഴ്സറി തുടങ്ങിയപ്പോഴേ അതിൻ്റെ ദോഷഫലം മനസ്സിലാക്കി സമസ്ത വൈകിയാണെങ്കിലും 2016 അൽബിർ സംവിധാനം ഉണ്ടാക്കി. അങ്ങനെയുള്ള സംഗതികളൊക്കെ നമ്മൾ സദുർ മുഅല്ലിമീങ്ങളുടെ നേതൃത്വത്തിൽ ചിന്ത നടത്തണം. നമ്മളെ ലക്ഷ്യം അതാണ്. ഒരു മദ്രസ ഉണ്ടാക്കി തന്നെ അവിടെ പഠിപ്പിക്കുക എന്നുള്ളത് മാത്രമല്ല, നമ്മുടെ ലക്ഷ്യം ഈ കുട്ടികൾ ബാങ്കും ഇഖാമത്തും കേട്ടുകൊണ്ട് ജനിച്ച കുട്ടികൾ എങ്ങനെ പോകണം എന്നുള്ളതിനെ സംബന്ധിച്ച് പൂർണ്ണമായി എല്ലാ നിലക്കും ചിന്തിക്കേണ്ടതിന് നേതൃത്വം കൊടുക്കേണ്ടത്, മഹല്ലത്തിൽ നേതൃത്വം കൊടുക്കേണ്ടത് മുഅല്ലിമീങ്ങളാണ്, അഥവാ സദുർ മുഅല്ലിമിൻ്റെ നേതൃത്വത്തിലുള്ള മുഅല്ലിമീങ്ങളാണ്. അതുകൊണ്ട് തന്നെ ആ കുട്ടികളെ വളവില്ലാത്ത രൂപത്തിൽ നേരെ കൊണ്ടുപോകാൻ വേണ്ടി എന്തൊക്കെ വേണമെന്നുള്ളതൊക്കെ ആലോചിക്കണം. രക്ഷിതാക്കളും കമ്മിറ്റിയും ഒക്കെ ആയിട്ട് ആലോചിച്ച് കൊണ്ട് തന്നെ വളരെ സൗഹാർദ്ദത്തിൽ തന്നെയാണ് ഈ കാര്യങ്ങൾ നീക്കേണ്ടത്. ഇന്ന് നമ്മൾ കാണുന്ന ചില ദുർഘടങ്ങളൊക്കെ കാണുന്നുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. അത് പരസ്പരം മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. മറ്റ് പുറമെയുള്ള ഇടപെടലുകളെ കൊണ്ട് ഈ മേഖല തകരാറാവാൻ നമുക്ക് അനുവദിച്ചുകൂടാ.
നമുക്കെന്താക്കണം, നമ്മുടെ ദിശാബോധം എല്ലാവർക്കും നൽകിക്കൊണ്ട് തന്നെ, നമ്മുടെ ലക്ഷ്യവും മാർഗവും നൽകിക്കൊണ്ട് തന്നെ, ഒരുമിച്ച് കൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകണം എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഉത്തരവാദിത്വം നിർവഹിക്കാൻ അല്ലാഹു തആല നമുക്കും ബന്ധപ്പെട്ട എല്ലാവർക്കും കെൽപ്പും ശക്തിയും നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒരു കാര്യം കൂടെ പറയുകയാണ്, ഇർഷാദ് ഉസ്താദിൻ തൂല് സമാനി എന്നുണ്ട്. ഉസ്താദന്മാരുടെ ഇർഷാദ് വേണം. നേരത്തെ തങ്ങളവറുകളോട് പറഞ്ഞു, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അക്കീദയാണ് നമ്മുടെ അക്കീദ. ആ അക്കീദ പഠിപ്പിക്കാൻ വേണ്ടിയാണ് സമസ്ത ഉണ്ടാക്കിയത്. സമസ്തക്ക് അതിൻ്റെ അപ്പുറം വേറെ ലക്ഷ്യമൊന്നുമില്ല. കാരണം നേരത്തെ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ കാലത്ത് തന്നെ ഇസ്ലാം ഇവിടെ വന്നെങ്കിലും ആ ഇസ്ലാമിൽ ഒരു പോറലും ഏൽക്കാതെ 14 നൂറ്റാണ്ടോളം തുടർന്ന് പോന്നിട്ടുണ്ട്. 14-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലാണ് ചില വിഷയങ്ങളൊക്കെ ഇവിടെ ഉണ്ടായത്. അത് അക്കീദ സംബന്ധമായിട്ടാണ്. അക്കീദ സംബന്ധമായി മുജാഹിദ്, ജമാഅത്ത് തുടങ്ങിയ സംഗതികളൊക്കെ ഉണ്ടായപ്പോഴാണ് സമസ്ത എന്ന് പറയുന്ന സംഘടന ഉണ്ടാക്കേണ്ടി വന്നത്. അപ്പം നമ്മുടെ പരമമായ ലക്ഷ്യം സമസ്തയുടെ ലക്ഷ്യം പോലെ തന്നെ ഈ അക്കീദ കാത്ത് സൂക്ഷിച്ചുകൊണ്ട് നമ്മുടെ പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന കരുത്തും ഉറപ്പും വിശ്വാസവും അതിനുള്ള ഊർജ്ജവും നമുക്കുണ്ടാവണം. അതിൽ മാറ്റം ഉണ്ടാകരുത്. ആരായിരുന്നാലും ശരി, അത് മാനേജ്മെൻറ്റും രക്ഷിതാക്കളും ഒക്കെ ആ വഴിയിൽ തന്നെ കൂടെ നടത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. അതോടുകൂടെ ഇസ്ലാമികമായ മറ്റു കാര്യങ്ങളൊക്കെ പഠിക്കാനും പഠിപ്പിക്കാനും മദ്രസ പഠനത്തിന് ശേഷം തുടർന്നും നമുക്ക് പല വിദ്യാഭ്യാസ മേഖലകളുണ്ട്. സമസ്ത സംവിധാനിച്ച SNEC പോലെയുള്ള സമന്വയ വിദ്യാഭ്യാസങ്ങളും പള്ളി ദർസുകളും അറബി കോളേജുകളും ഒക്കെ നമ്മുടെ മുമ്പിലുണ്ട്. അതൊക്കെ ഉപയോഗിക്കേണ്ടത് നമ്മളെ കുട്ടികളാണ്. തുടർ പഠിച്ചുകൊണ്ട് ഉലമാക്കളെ ഉണ്ടാക്കുക, അല്ലെങ്കിൽ ദീനിൽ പ്രബോധനം നടത്താൻ പറ്റിയ പ്രബോധകരെ സൃഷ്ടിക്കുക എന്നുള്ളതും നമ്മുടെ ലക്ഷ്യമാണ്. മദ്രസ എന്നാണ് അത് ഉണ്ടാവേണ്ടത്. നമ്മളെ കുട്ടികൾ മൗലവിമാരാവണോ, മല്ലമാരാവണോ, മാഷന്മാരാവണോ എന്നൊക്കെ തീരുമാനിക്കേണ്ടതും നമ്മുടെ മദ്രസയിൽ നിന്നാണ്. ഇപ്പം ഞാൻ മൗലിയാരായത് എൻ്റെ മദ്രസയിലെ സദർ തന്നെ എൻ്റെ കുണ്ടൂർ ദർസിൽ ഉണ്ടാക്കിയത് കൊണ്ടാണ്. അങ്ങനെയുള്ള സംവിധാനങ്ങളിലൊക്കെ ഇടപെട്ടുകൊണ്ട് നമ്മൾ 2 മണിക്കൂറിൻ്റെ ഒരു പോസ്റ്റല്ല നമ്മളെ സംബന്ധിച്ചിടത്തുള്ളത്. അമ്പിയാക്കന്മാരുടെ അനന്തരകാമെന്ന് എന്ന് പറഞ്ഞാൽ ഈ കുട്ടികളെ വയുസക്കീഹിം എന്നാണ് പറഞ്ഞത്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം സംബന്ധിച്ച് അല്ലാഹു തആല പറഞ്ഞത് ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീന വല്ലദീ ബഅസ ഫിൽ ഉമ്മീൻ റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം. ആയത്തുകൾ ഓതി കേൾപ്പിച്ചു കൊടുക്കുകയും ആവശ്യമായ ജ്ഞാനങ്ങൾ നൽകുകയും ചെയ്യുന്നത് കൂടെ അവരെ സംസ്കരിച്ച് മനുഷ്യരുടെ മക്കളാക്കി എടുക്കുക എന്നുള്ളൊരു സംവിധാനമുണ്ട്. അതുകൊണ്ട് 2 മണിക്കൂർ ബെല്ലടിക്കുന്നതിൻ്റെ ഇടയിലുള്ള ഒരു പഠനം, ഒരു ജോലി മാത്രമല്ല നമ്മുടെ ജോലി എന്നുള്ളതാണ്. ഈ കുട്ടികളെ നമ്മൾ നിരീക്ഷിക്കണം. അവർ 24 മണിക്കൂറിലെയും പ്രവർത്തനങ്ങളും അവരുടെ ചലനങ്ങളും നിരീക്ഷിക്കേണ്ട ഉത്തരവാദിത്വം കൂടെ നമുക്കുണ്ട്. അല്ലാതെ മദ്രസ പാഠപുസ്തകത്തിൽ ഒരു പാഠം കുട്ടികൾക്ക് ചൊല്ലിക്കൊടുക്കുന്ന ഒരു ഏർപ്പാടല്ല. അതിന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സദൃമാലിന്യങ്ങളാണ്. ആ കുട്ടികൾ അത് ഫലിക്കുന്നുണ്ടോ, ആ കുട്ടിയുടെ നടപടി എങ്ങനെയാണ് പോകുന്നത്, ജീവിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അവരുടെ രക്ഷിതാക്കളും അവരുടെ വീടുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുകൊണ്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇടപെട്ടുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. അത് നമ്മുടെ കർത്തവ്യമാണ്. എങ്കിലേ നമ്മൾ ഏറ്റെടുത്ത നമ്മുടെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നവരാവുകയുള്ളൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നമ്മുടെ ഉത്തരവാദിത്വം നിർവഹിക്കാൻ സർവശക്തനായ അല്ലാഹു കരുത്തും ഖുവ്വത്തും ആഫിയത്തും നൽകുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി